ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. D4 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പുത്തൂർ സുവോളജി പാർക്കിൻ്റെ തൊട്ടടുത്താണ്. ഇന്നാണ് ഒക്ടോബർ 28, സമയം ഏകദേശം 3 മണിയായിട്ടുണ്ട്. കേരളത്തിൻ്റെ അഭിമാനമായ തൃശ്ശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ ഉദ്ഘാടന കർമ്മം 4 മണിക്ക് ബഹുമാനപ്പെട്ട ശ്രീ മുഖ്യമന്ത്രിയാണ് കേട്ടോ നിർവഹിക്കാൻ പോണത്. ഈ ഭാഗത്തൊന്നും പറയണ്ട, തൃശ്ശൂർ പൂരത്തിൻ്റെ ജനാട്ടാ ഒട്ടുക്കത്തെ തിരക്കാ. ഞാൻ ഇത്രയ്ക്കും തിരക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. ഇതാണ് കേട്ടോ മെയിൻ ഗേറ്റ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ 2 ഗേറ്റിൽ ഒരു ഗേറ്റിലൂടെ ഉണ്ടാവും ഇപ്പോൾ ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇന്നത്തെ ഈ പ്രോഗ്രാം കാണാൻ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് മാത്രമൊന്നല്ല, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ ഇവിടെ നിന്ന് എത്തിയിട്ടുണ്ട്. ഉദ്ഘാടനം തുടങ്ങിയിട്ട് മുമ്പേ തന്നെ ഈ സ്റ്റേജിൽ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടെ. പുത്തൂരിൻ്റെ ഓരോരോ ഭാഗത്തുനിന്ന് ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കട്ടെ. കാവടിയുണ്ട്, ശിങ്കാരിമേളുണ്ട്, പുലിക്കളിയുണ്ട്, തെയ്യുണ്ട്. അതൊന്നും മാത്രമല്ല, 10,000-കണക്കിന് ആൾക്കാർ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഘോഷയാത്രകളുടെ പിന്നാലെ എൻ്റെ മുഖ്യമന്ത്രി വരുന്നാട്ടാ പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ നേരെ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് ആ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ. ഇവിടെ ആണെങ്കിൽ ജനസാഗരം എന്ന് പറഞ്ഞാൽ ജനസാഗരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള വഴിയില്ല. ഇടയിൽ ഇവർ ഇവിടെ നല്ലൊരു കാര്യം ചെയ്തു കേട്ടോ. കാരണം വരുന്ന ആൾക്കാർക്ക് ഫുഡും വെള്ളം ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സൗജന്യമായിട്ട്. അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ. ഈ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ ഈ തിരക്കിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. പിന്നെ ഇതുവരെ മഴ പെയ്യാത്തത് ഇവിടെ വളരെ നല്ലൊരു കാര്യം കേട്ടോ. കാരണം 2-3 ദിവസമായിട്ട് ഈ തൃശ്ശൂരൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നു. മൃഗശാല പുത്തൂരിലേക്ക് മാറ്റി സ്ഥാപിക്കും. ലോക പ്രശസ്ത മൃഗശാല ഡിസൈനറായ ജോൺ പോയുടെ രൂപകൽപ്പനയിൽ 336 ഏക്കർ സ്ഥലത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാർക്കാണ് സജ്ജമായിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ ശ്രീ ധനസനായക് ശേഷം 171 കോടി രൂപ ചിലവിലാണ് പാർക്കിന്റെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. വിവിധ ഭൂഖണ്ഡങ്ങളിലെ അനിമൽ സഫാരിയിലാണ് തങ്ങളിരിക്കുന്നതെന്ന അനുഭൂതി ഉളവാക്കുന്ന ഹോളോഗ്രാംസും ഇന്ത്യയിൽ ആദ്യമായി ഒരു സുവോളജിക്കൽ പാർക്കിൽ എത്തുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇപ്പോൾ സമയം ഏകദേശം 4:30 കേട്ടോ. 4 മണിക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെ മുഖ്യമന്ത്രി വന്നിട്ടില്ല. എല്ലാവരും മുഖ്യമന്ത്രിക്കായിട്ടുള്ള വെയിറ്റിംഗാണ്. ഇപ്പം മഴ പെയ്യുന്നുള്ള ഭയം എല്ലാവരും മനസ്സിലുണ്ട് കേട്ടോ. ഓരോരുത്തരൊക്കെ അത് പറഞ്ഞു പോകണം. മഴ പെയ്ത് കഴിഞ്ഞാൽ കുളം ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഓരോരുത്തർ. ഇതേപോലത്തെ നിറയെ കലാരൂപങ്ങൾ ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ശ്രീ മുഖ്യമന്ത്രി വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. പതിറ്റാണ്ടിലൂടെ കാത്തിരിക്കുന്ന ഗ്രാമങ്ങൾക്കുകൊണ്ട് 140 വയസ്സ് പിന്നിട്ട തൃശ്ശൂരിലെ മൃഗശാല പുത്തൂരിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നു. ലോക പ്രശസ്ത മൃഗശാല ഡിസൈനറായ ജോൺ വഴിയൊരുക്കുന്ന തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിന്റെ നിലവാരത്തിലുള്ള പാർക്കാണ് ഇവിടെ സജ്ജമായിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂ എന്ന സവിശേഷതയും തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിനാണ്. തൃശ്ശൂർ മൃഗശാലയിൽ നിന്നുള്ള മൃഗങ്ങൾ ഈ പാർക്കിൽ എത്തിക്കഴിഞ്ഞു. കൂടാതെ വിദേശത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മൃഗങ്ങൾ താമസിയാതെ സുവോളജിക്കൽ പാർക്കിലെത്തും. പുത്തൂർ വനമേഖലയുടെ സ്പന്ദനമറിഞ്ഞ് ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസ ഇടം ഈ സുവോളജിക്കൽ പാർക്കിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു ഉത്സവം തന്നെ കേട്ടോ അവിടെ നടക്കുന്നത്. ഒരു മിനി തൃശ്ശൂർ എന്ന് തന്നെ പറയാം. അത്രയ്ക്കധികം ആൾക്കാർ ഇന്ന് ഈ പരിപാടി കാണാനായിട്ട് ഇവിടെ പുത്തൂർ എത്തിച്ചേർന്നുണ്ട് കേട്ടോ. അവിടുത്തെ പരിപാടികൾ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടോ. നമ്മളിനി അധികം ഇവിടെ നിൽക്കണില്ലേ. കാരണം എന്താ വെച്ചാൽ ഇനി പോകുന്ന സമയത്ത് ഗംഭീര ബ്ലോക്ക് ആവും. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് പതുക്കെ വിടുന്ന സ്ഥലം വിട്ട് നമ്മളിവിടെ വന്ന് കയറിയ സമയത്തെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത കാരണം കൊണ്ട് കുറച്ച് ദൂരം ഉണ്ടാ പാർക്കിംഗ് കിട്ടിയത്. നമ്മളിപ്പോൾ അതേ കയറി വരുമ്പോഴുള്ള ഗേറ്റിൻ്റെ അവിടെ ആട്ടപ്പം നിൽക്കുന്നത്. ആൾക്കാരാണെങ്കിൽ ഇനി വന്നുകൊണ്ടേയിരിക്കുക. ചെറിയ പിള്ളേരൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗേറ്റിൻ്റെ അവിടെ ഈ മൃഗങ്ങളുടെ കട്ടൗട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ മെയിൻ റോഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം നമ്മൾ വണ്ടി ഇട്ടുകൊടുത്ത് ഇപ്പോൾ ഒരു 500 മീറ്ററോളം നടന്നിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. പുത്തൂർ ഗ്രാമപഞ്ചായത്തിന് 2 വേസ്റ്റ് ബോക്സ് വെച്ചാണ്. എന്തായാലും ശരി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മറ്റുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് ഒരു മാതൃകയാവട്ടെ. നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്നതിന് ഒരുപാട് നന്ദി. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ ബൈ.